സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് കിഴക്കേക്കോട്ടയിലാണ് തെക്കേക്കര ഷാജിയുടെയും ആനിയുടെയും ഈ സ്വപ്ന സൗധം പണിതീർത്തിരിക്കുന്നത്. എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഡിറ്റും തുളുമ്പുന്ന വെണ്മയിൽ ഒതുങ്ങിയ ഒരു പ്ലെയിൻ റൂഫ് രീതിയിലുള്ള എലിവേഷനാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. എലിവേഷന്റെ കളർ തീം എന്ന് പറയുന്നത് വെള്ള തന്നെയാണ്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ മുറ്റത്ത് പാവിംഗ് ടൈൽസും അതിനിണങ്ങിയ നിറത്തിൽ കൊടുത്തിരിക്കുന്നു. അതിവിശാലമായി തന്നെ ഇതിന്റെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ചൂരുകൾ തേക്ക് മരം ഉപയോഗിച്ച് പാനൽ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ എലിവേഷന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രധാന ഡോറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന വാതിൽ കടന്ന് നാം എത്തുന്നത് വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ്. സ്വീകരണ മുറി വളരെ വിശാലമായി, വളരെ പ്രൗഢഗംഭീരമായി അലങ്കരിച്ചിട്ടുണ്ട്. വുഡൻ സീലിംഗ് ആണ് ഈ സ്വീകരണ മുറിക്ക് കൊടുത്തിരിക്കുന്നത്. വുഡൻ സീലിംഗിൽ സ്റ്റീൽ സ്ട്രിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വീകരണ മുറിയുടെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മരത്തടികൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഡിസൈനിങ് ഉപയോഗിച്ചാണ്. വളരെ വ്യത്യസ്തമായ ഒരു വാൾ ഹൈലൈറ്റ്സ് ആണ് നാം ഇവിടെ കാണുന്നത്. സ്വീകരണ മുറിയിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വുഡൻ വർക്കുകൾ തന്നെയാണ്. ഡ്രോയിങ് റൂമിൽ നിന്നും നാം കടക്കുന്നത് ഫാമിലി കം ഡൈനിങ് ഏരിയയിലോട്ടാണ്. വിശാലമായ ഈ ഡൈനിങ് കം ഫാമിലി ലിവിങ്ങിൽ ടിവിയുടെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ വാൾപേപ്പർ ഉപയോഗിച്ചുള്ള ഒരു വാളിലാണ്. ഫാമിലി ഏരിയയും ഡ്രോയിങ് റൂമിനും തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നത് വുഡൻ വർക്കുകൾ ഉപയോഗിച്ചാണ്. ടെൻ-സീറ്റർ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡൈനിങ് റൂമിൽ നിന്നും പുറകിലേക്കായി ഒരു ഡൈനൗട്ട് രീതിയിൽ ഫുൾ ഓപ്പൺ ആയ രീതിയിലാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി അതിന് റോളിംഗ് ഷട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാച്ചുറൽ വെന്റിലേഷനും ലൈറ്റും
മാക്സിമം ഈ വീട്ടിലേക്ക് കടക്കുന്നത് ഈ ഒരു ഏരിയയിൽ കൂടി തന്നെയാണ്. ഡൈനിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് നാം ഇവിടെ കാണുന്നത്. ഡൈനിങ്ങിൽ നിന്നും ഓപ്പൺ കിച്ചണെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന CNC ബോർഡ് കൊണ്ടുള്ള ഒരു വർക്കാണ്. പ്രൈവസിക്ക് കുറവില്ലാതാനും ഈ ഒരു ഡൈനിങ് കം ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലോട്ടുള്ള വാതിലുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. വിശാലത ഈ ഒരു ഡിസൈനിങ്ങിന്റെ പ്രത്യേകത തന്നെയാണ്. അതിന് ഇണങ്ങുന്ന രീതിയിൽ കളർ കോമ്പിനേഷനുകളും സീലിംഗ് വർക്കുകളും എല്ലാം മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്നും നാം കിച്ചണിലോട്ട് കടക്കുന്ന എൻട്രിയിൽ നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു ക്ലാഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഡൈനിങ്ങിൽ നിന്നും ഫുൾ ഓപ്പണായ ഒരു ഏരിയയെ കുറിച്ച് നാം മുന്നേ പറയുകയുണ്ടായി. ആ ഒരു ഏരിയയിലായിട്ടാണ് നാം കടന്നിരിക്കുന്നത്. ഏത് സമയത്തും നമുക്ക് വന്നിരിക്കാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. വളരെ റിലാക്സ് മോഡിൽ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. പ്രകൃതിയുടെ എല്ലാ ഭംഗികളും ആസ്വദിച്ച് നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഇതിന്റെ കളർ തീമായി സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായ രീതിയിൽ തന്നെ ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ സാധ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ ജനലുകൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സീലിംഗും ഇതിന് അനുസൃതമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ റൂമിന്റെ ഒരു ഭാഗത്തായി കബോർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കബോർഡുകളിൽ ഒരു വശത്ത് ഒരു ഡ്രസ് ഏരിയയും ഒരു ഭാഗത്ത് ഒരു മിറർ യൂണിറ്റും നമുക്ക് കാണാം. ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കബോർഡുകളുടെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം വിശാലതയ്ക്ക് ഒട്ടും കുറവ് ഈ റൂമിന്റെ ഡിസൈനിങ്ങിലും വരുത്തിയിട്ടില്ല. ഈ റൂമിലും നമുക്ക് ക്രോസ് വെന്റിലേഷൻ കാണാം. മാസ്റ്റർ ബെഡ്റൂമിന് യോജിക്കുന്ന രീതിയിൽ തന്നെ ലളിതമായി എങ്കിൽ പ്രൗഢമായി തന്നെ സീലിംഗ് ഒരുക്കിയിട്ടുണ്ട്. അതിൽ LED സ്ട്രിപ്പുകളും LED ലൈറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും കബോർഡിന്റെ കളർ തീം വൈറ്റ് തന്നെയാണ്.
മാസ്റ്റർ ബെഡ്റൂമിനും വിശാലമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു വണ്ടി തന്നെയാണ് കഷ്ടിച്ച് കയറുമായിരുന്നുള്ളൂ. ആ നിന്നിരുന്ന വീടിനെ പൊളിച്ചു മാറ്റി ഈ പുതിയ വീട് ഇവിടെ നിർമ്മിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഴയ വീടിൻ്റെ എന്തൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. റോഡ് ലെവലിൽ നിന്നും ഈ വീട് നമ്മൾ 4 അടിയോളം പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പഴയ വീട് ബേസ്മെന്റ് താഴ്ന്നിട്ടായിരുന്നു കിടന്നിരുന്നത്. അന്ന് ചെയ്തിരുന്ന സമയത്ത് ഉയർന്നിട്ടായാലും ഓരോ പ്രാവശ്യം റോഡിന്റെ ടാറിങ്ങും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് റോഡിന്റെ ലെവൽ ചെറുതായി പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഗ്രൗണ്ട് ലെവൽ കൂട്ടി കൊടുക്കുകയും ബേസ്മെന്റിന്റെ ലെവൽ കൂട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീടിന്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എത്ര കണ്ട് നമ്മളിത് ഉയർത്തിയിട്ടുണ്ട് എന്ന്. ഓണറുടെ വേറൊരു ആവശ്യം എന്ന് പറയുന്നത് ഒരു വൈറ്റ് പാലസ് മോഡലുള്ള ഒരു വീടായിരുന്നു ആഗ്രഹം. എൻ്റെ തന്നെ മാഗസിനുകളിലും മറ്റും വന്നിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിലും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ മനസ്സറിയുന്നതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വീടുകളാണ് താല്പര്യം. ചിലർക്ക് കണ്ടംപററി, ചിലർക്ക് ട്രഡീഷണൽ, ചിലർക്ക് പാലസ് ലുക്ക്. അതിൽ ഏത് വേണമെന്നുള്ളത് ഇവർക്ക് ഡയറക്റ്റ് നമ്മളോട് പറയുന്നതിനും കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആക്കുന്നതിനും ഉള്ള ഒരു നല്ലൊരു ടെക്നിക്കാണ്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഫോട്ടോ രൂപത്തിലോ അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ കണ്ടുള്ള സംഭവങ്ങൾ എനിക്ക് തരുന്നതോ അതെല്ലാം വരുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പുതിയത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിവിഷൻ വളരെ കുറവായിരിക്കും. കാര്യമുള്ള റിവിഷൻസ് ഒന്നും വരില്ല. കാരണം മനസ്സിലുള്ളത് തന്നെ കണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ പിന്നെ റിവിഷൻസിന്റെ കാര്യമേ വരുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു.
അവൾക്കറിയാം ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. സ്റ്റെയർകേസ് കർവ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇരുവശത്തും ഹാൻഡ് റെയിൽ ഉള്ള സ്റ്റെയർകേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മരവും ഗ്ലാസും ഉപയോഗിച്ചുള്ള ഹാൻഡ് റെയിൽസ് ആണ് സ്റ്റെയർകേസിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി പോകുന്ന ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂഫിൽ നിന്നാണ് നാച്ചുറൽ വെന്റിലേഷനും സൺലൈറ്റും ലഭിക്കുന്ന രീതിയിൽ പർഗോളാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിന് യാതൊരു പ്രശ്നവും ഈ വീടിനകത്തുണ്ടാകുന്നില്ല. സ്റ്റെയർകേസ് കയറി നാം എത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലിവിംഗ് ഏരിയയിലാണ്. ഈ ഒരു ലിവിംഗ് ഏരിയയിൽ TV സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് മുകളിലെ നിലയിലുള്ള 2 ബെഡ്റൂമിലേക്കും എൻട്രികൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിനും വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിൽ തന്നെ ഇരുവശങ്ങളിലായി ജനലുകൾ പൊസിഷൻ ചെയ്തിരിക്കുന്നു. ബെഡ് സ്പേസിന് യോജിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് ഡിസൈൻ. ഈ ബെഡ്റൂമിൻ്റെയും കബോർഡുകളുടെ കളർ തീമായി സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളുടെ വിശാലതയ്ക്ക് ഒത്ത രീതിയിൽ തന്നെയാണ് ബാത്റൂമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൽ ഒരു സൈഡിലായി വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടിയിലായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ്. ബെഡ്റൂമിൽ നിന്നും നാം കടക്കുന്നത് ഡ്രൈ ഏരിയയിലേക്കാണ്. ഡ്രൈ ഏരിയയിൽ തന്നെയാണ് ക്ലോസറ്റും വാഷ് ബേസിനും സെറ്റ് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്തായി ഷവർ സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്ക് വെറ്റ് ഏരിയയായി കണക്കാക്കാം. ഇതിന്റെ ഫ്ലോറിങ്ങിലും ഹൈ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്നും വെള്ളത്തിന്റെ ശല്യങ്ങളൊന്നും ബെഡ്റൂമിലോട്ട് വരുന്നതുമില്ല. ഫസ്റ്റ് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമായി ഈ റൂമിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് വുഡൻ തീമാണ്. കബോർഡ്സും വോൾയൂൺസും എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിനും ബെഡ് സ്പേസിന് അനുസൃതമായ രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന് അനുയോജ്യമായ രീതിയിൽ തന്നെ വിശാലമായ രീതിയിൽ ഒരു
ടോയ്ലറ്റും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി ഏരിയയാണ് ഇത്. ഇവിടെയും നമുക്ക് വിശാലത കാണാം. വിശാലമായ ഈ ബാൽക്കണിക്കൊപ്പം തന്നെ മറുഭാഗത്തായി ഒരു ഓപ്പൺ ടെറസും നിൽക്കുന്നു. വലിയൊരു ഓപ്പൺ ഏരിയ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സന്ധ്യാസമയങ്ങളിലും മറ്റും സമയം ചെലവഴിക്കാൻ ഉതകുന്ന ഒരിടമാണ് ഈ ബാൽക്കണി. ഇപ്പൊ ഈ പുതിയ വീട് പണിയാനായിട്ട് ആഗ്രഹിച്ചപ്പോ ഈ വീടിന്റെ പ്ലാനിനെ കുറിച്ചും അതുപോലെ എലിവേഷൻ രീതിയിൽ വേണമെന്ന് കുറിച്ചൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അത് എന്തൊക്കെയായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാമോ? ക്ലാസിക്കും കണ്ടംപററിയും വേണം എലിവേഷനിൽ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഷൈൻ്റെ അവിടെ ഒരു നല്ല ഇതായിട്ട് തോന്നി. പിന്നെ റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആവണം. അത് മാത്രമല്ല നല്ല ഹൈറ്റും വേണം. അപ്പോൾ ലൈറ്റും പിന്നെ വെന്റിലേഷൻ മാത്രമല്ല പിന്നെ എന്താ ചൂട് കുറയും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ഡീൽ ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി അവർ സെറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞിരുന്നു അതിന് ഇങ്ങനെ ഡോറില്ലാതെ തന്നെ നമുക്ക് അങ്ങോട്ട് കടക്കണം. പിന്നെ ഡൈനിങ് ഹാളിന് ഒരു സിറ്റ് ഔട്ട് പോലെ വേണം. അപ്പോൾ പിന്നെ നമുക്ക് പണ്ടത്തെ രീതിയിലുള്ള ഒരു കിട്ടും ചെയ്യും. പിന്നെ എല്ലാവർക്കും പുറത്തിരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഉള്ള കാരണം. അതെ, പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഇവിടെ തന്നെ ഇരിക്കാനാണ്. പിന്നെ കളിക്കും ഇത് ചെയ്യലും ഒക്കെ ആയിട്ട് ഫീലിംഗ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതെ, ഒരു ആഗ്രഹം തന്നെയായിരുന്നു ചെയ്യണമെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിലെ നിങ്ങൾ പറഞ്ഞ കൺസെപ്റ്റിൽ തന്നെ ഇത് ചെയ്ത് തീർത്തു. പിന്നെ ഒരു തടസ്സവും ഇല്ലാണ്ട് ദൈവാനുഗ്രഹത്താലും പിന്നെ നിങ്ങളുടെയൊക്കെ കോപ്പറേഷനൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഈ വർക്ക് എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടി. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വർക്കിംഗ് ഡ്രോയിങ്സ് ഒക്കെ ആദ്യം ഇല്ലില്ല, പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. സ്മൂത്ത് റണ്ണിങ് ആയിരുന്നു. പറഞ്ഞ ഡേറ്റിന് പറഞ്ഞ ടൈമിങ്ങിനും ഒക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഒരു തടസ്സം വന്നിട്ടില്ല. സാറ്റിസ്ഫൈഡ് ആണ്. നടന്നിട്ടുണ്ട്.
സാധാരണ കോമൺ ആയിട്ട് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സോയിൽ ടെസ്റ്റ്. ഒരു വീട് പണിയുമ്പോൾ നമുക്ക് സോയിൽ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? സോയിൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ശരിക്കും സോയിൽ ടെസ്റ്റ് ഒരു വീട് പണിയുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ? സോയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ എന്നെല്ലാം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിഭാഗം അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഹോൾ സെറ്റ് ചെയ്ത് അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണോ ആ ഉയരത്തിനനുസരിച്ച് അനുപാതികമായിട്ട് ഡെപ്തിൽ എന്താണ് നമ്മളുടെ ഭൂമിക്ക് അകത്ത് എന്നുള്ള അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് പ്രധാനമായും അതിനകത്ത് ലാബറട്ടറി ടെസ്റ്റ് ഉണ്ട്, ഓർഡിനറി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ലാബറട്ടറി ടെസ്റ്റിലുള്ള അനാലിസിസിനുള്ളതും നമ്മൾ ഡാറ്റകൾ യൂസ് ചെയ്യും. ഫിസിക്കലായിട്ട് അതായത് എൻ വാല്യൂ കണ്ടുപിടിക്കും. അതായത് ഒരു എൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഭൂമിക്ക് എത്ര ഭാരവാഹക ശേഷി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. എൻ വാല്യൂ 15 ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അത് സാധാരണ കേസിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ വരുമ്പോഴാണ് നമ്മൾ ആ കേസ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടിന് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഫിസിക്കലി തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ഭൂമിക്ക് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ കാണാൻ പറ്റും. അതിനേക്കാൾ താഴ്ചയിൽ അതായത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാണ് ആ വക ടെസ്റ്റുകൾ കൂടുതലായിട്ട് ആവശ്യം. ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ പ്രഷർ ബൾബ് അതായത് ഭൂമിയുടെ താഴത്തേക്ക് വരുന്ന പ്രഷർ ആ ഹൈറ്റിനനുസരിച്ച് ആ പ്രഷർ ബൾബ് വളരെ താഴത്താണ് വരുന്നത്. ആ വരുന്ന സ്ഥാനത്ത് ഇതിന് ആവശ്യമായ ഉറപ്പുണ്ടാവുക എന്നതാണ് ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തിയാലാണ് ആ ഡെപ്തിൽ ഈ വരുന്ന ഭൂമിയുടെ എത്ര കൊണ്ട് മർദ്ദം, എത്ര കൊണ്ട് ഭാരവാഹക ശേഷി ഈ നമ്മുടെ ബിൽഡിങ്ങിന്റെ എടുക്കും, ആ ഭൂമിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം അറിയുന്നതാണ് സോയിൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ ആ ഭൂമിക്ക് അതിനുള്ള ഭാരവാഹക ശേഷി ഇല്ലെങ്കിൽ ആ ചെയ്യുന്നത് പൈല്, നമ്മൾ ഫ്രിക്ഷൻ പൈല്, അതുപോലെ അണ്ടർ റിമൂഡ് പൈല്, അങ്ങനെ പല മെത്തേഡും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത്. സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് അഥവാ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടുള്ള റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു ബിൽഡിങ് ചെയ്യുമ്പോൾ പൈല് അതായത് ഫൗണ്ടേഷൻ ചെയ്യേണ്ടത് പൈലിൽ വേണോ, അതുപോലെ തന്നെ റാഫ്റ്റ് വേണോ, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫുട്ടിങ് മതിയോ, അല്ലെങ്കിൽ കമ്പൈൻ ഫുട്ടിങ് മതിയോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തിയ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സാധാരണ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടുകളാണെങ്കിൽ ഐസൊലേറ്റഡ് ഫുട്ടിങ്ങോ അല്ലെങ്കിൽ ഓർഡിനറി കരിങ്കല്ലിന്റെ തറ തന്നെ ധാരാളമായിരിക്കും. അത് പ്രധാനമായിട്ടും നോക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള നമ്മൾ ഒരു 5 അടി 6 അടി താഴ്ചയിൽ മണ്ണെടുത്താൽ തന്നെ അറിയാൻ പറ്റും. അതിനേക്കാൾ ഒരുപാട് താഴ്ന്ന പ്രഷർ ബൾബ് പോകുന്ന സ്ഥലത്ത് നമുക്ക് മാനുവലി അങ്ങനെ ഒരു ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോർഹോൾ ചെയ്തിട്ടാണ് സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തുന്നത്.